എക്സ്ട്രാ പുതിയ വണ്ടിയാണ്, കുറേ സൈലുണ്ടായിന്. അത് ചെറിയൊരു SUV ആണ്, ഒരു സ്മോൾ SUV. പ്രത്യേകിച്ചും ലേഡീസിന് ഇത് അവിടെ ഇടിച്ചു. നീ ഇപ്പൊ ഒട്ടും ഫാഷൻ കോൺഷ്യസ് അല്ല കേട്ടോ. ഒന്നിനും ടൈം കിട്ടുന്നില്ലല്ലോ, പിന്നെ നല്ല പൈസ ഇറക്കാതെ ബ്രാൻഡഡ് ഐറ്റംസ് കിട്ടില്ലല്ലോ. വസ്ത്രങ്ങളുടെ അടിപൊളി കളക്ഷനുമായി ലുലു ഫാഷൻ സ്റ്റോറിൽ എൻഡ് ഓഫ് സീസൺ സെയിൽ ആരംഭിക്കാൻ പോകും. 50% വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് വസ്ത്രങ്ങൾ സ്വന്തമാക്കാം. ആണോ? അതെ, ഡേറ്റ് മറക്കണ്ട. ജൂലൈ 1 മുതൽ 21 വരെ മാത്രം. ഉടൻ തന്നെ ലുലു ഫാഷൻ സ്റ്റോർ സന്ദർശിക്കൂ. ഓഫർ സെലക്ടഡ് വസ്ത്രശേഖരങ്ങൾക്ക് മാത്രം. കാറും ബൈക്കും തമ്മിലുള്ള ആക്സിഡന്റിൽ ഒരു 95% പ്രോബ്ലംസ് ബൈക്കുകാരുടെ പുള്ളി കുത്തിക്കയറ്റാൻ നോക്കണോണ്ടായിരിക്കും. ഈ സ്കൂട്ടറുകാരെ സ്പേസ് കുറച്ച് മതിയായതുകൊണ്ട് അവരെ ഇതിക്കിടെ കുത്തിക്കയറ്റാൻ നോക്കും. ചിലപ്പോൾ ആ ക്ലിയറൻസ് അവർ ഉദ്ദേശിക്കുന്ന ക്ലിയറൻസിൽ ഈ അവിടെ ഇപ്പോൾ ഒരു ആക്സിഡന്റ് കണ്ടില്ല, ചെറിയ ആക്സിഡന്റ് ആണ്. ഒരാളുടെ ബൈക്കുകാരൻ്റെ നെയിം പ്ലേറ്റ് ആടിപ്പോയി, കാറ് തട്ടി. കാറുകാരൻ ഇങ്ങോട്ട് നീങ്ങണം, ബൈക്കുകാരൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. അതിൻ്റെ ടിപ്പ് കൂടി പ്രശ്നം വെച്ചാൽ ബൈക്കുകാർ ഓവർടേക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അവർ ഈ വീതി കുറവായതുകൊണ്ട് മിക്കവാറും ഇതിപ്പോൾ നമുക്ക് രണ്ടുപേർക്ക് ഈക്വലി റെസ്പോൺസിബിൾ ആയിട്ടാണെന്ന് തോന്നുന്നു. കാരണം ആ ജംഗ്ഷൻ ആയതുകൊണ്ട് രണ്ട് കൂട്ടരും നോക്കി പോരണ്ടായിരുന്നു. ഇപ്പുറത്തുനിന്ന് വന്നവനും മറ്റോടത്തുനിന്ന് വന്നവനും നോക്കി പോരണ്ടായിരുന്നു. പക്ഷെ കാറുകാരൻ്റെ അതിലേക്ക് കുറ്റമായിട്ട് വരുള്ളൂ. കാരണം പുള്ളി 90 ഡിഗ്രിയിലാണ് ഇതിലേക്ക് കയറുന്നത്. അപ്പം മറ്റേ കാറുകാരൻ കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കും. കാരണം പുള്ളി 90 ഡിഗ്രിയിലാണ് മറ്റേ റോഡിലേക്ക് കയറുന്നത്. കാറല്ല അതെനിക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു 95% കേസിൽ എപ്പോഴും ബൈക്കുകാരനാണ് പ്രോബ്ലം വരാറുള്ളത്. കാരണം അവൻ എപ്പോഴും അവന് സ്പേസ് കുറച്ച് മതിയുണ്ട്, അവൻ എല്ലായിടത്തേക്കും കുത്തിക്കയറ്റും. പലപ്പോഴും അവൻ ഉദ്ദേശിക്കണ ആ ഒരു ടോളറൻസിൽ നിൽക്കില്ല. അവന് ഒരു മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടാകും, കാർ ഇത്ര സ്പീഡിലാണ് അവൻ, അല്ലെങ്കിൽ മറ്റേ വണ്ടി ഇത്ര, അത് കാൽക്കുലേറ്റ് ചെയ്ത് പുള്ളി കയറേണ്ടത്. ചിലപ്പോൾ അതിൽ ചെറിയ വേരിയേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീൺ കൊടുക്കുന്ന ക്ലിയറൻസ് വളരെ മൈന്യൂട്ടാണ്, ആക്സിഡൻസ് ഉണ്ടാവുന്നത്. ടൂ വീലർ ഓടിക്കാനായിട്ട് കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് കുറച്ചും കൂടെയും ക്ലിയറൻസ് ഇട്ട് ഓടിക്കണം. അവിടെ കൊടുക്കുന്ന ക്ലിയറൻസ് വളരെ ചെറുതാണ്. പറഞ്ഞാൽ ഒരു ആക്സിഡൻറ്റ് ഒഴിവാക്കുന്ന രീതിയിലുള്ള ക്ലിയറൻസ് അല്ല, ആക്സിഡൻറ്റ് ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള ക്ലിയറൻസ് പലപ്പോഴും അവരുടെ ഡ്രൈവിങ്ങിലുള്ളത്. കുറച്ചുകൂടെ ക്ലിയറൻസ് ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. അവിടുത്തെ കേസ് മറ്റേ എപ്പോഴും ഇയാൾക്കായിരിക്കും കുറ്റം വരുള്ളൂ, കാറുകാരനെ. കാരണം പുള്ളി 90 ഡിഗ്രിയിൽ എങ്ങോട്ട് കയറണേ. പക്ഷെ അത് ജംഗ്ഷനാണ്, അവിടെ മൊത്തം ട്രാഫിക് ബ്ലോക്ക് കാരണം ആ സമയത്ത് ആണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് തട്ടിയത്. ആ ജംഗ്ഷനിൽ 4 കോർണറിൽ നിന്ന് വണ്ടി വരണ്ടാണ്. സാധാരണ അവിടെ ഇപ്പോൾ ഒരു കടയിരിപ്പുകാർ ഇത് വയ്ക്കാറുണ്ടാണ്, സെക്യൂരിറ്റീനെ അവിടെ ആ ജംഗ്ഷനിൽ. പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ഈ കൊല്ലം ആദ്യം കണ്ടായിരുന്നു ഒരു സെക്യൂരിറ്റി അവിടെ വന്ന് മോണിറ്റർ ചെയ്യണം. ഇപ്പോൾ 90 ഡിഗ്രി നമ്മൾ കയറണം, നമ്മൾ കെയർഫുള്ളായിട്ട് കയറണം. ഇന്ത്യയിൽ ഒരുപാട് പേരുണ്ട്, സാധാരണ ഇത്രയും തിരക്ക് കാണാറില്ല അവിടെ.
ഇസൂസിൻ്റെ ഒരു മെയിൻ വണ്ടിയുണ്ട്, മറ്റേ ഇസൂസിൻ്റെ ആ ഇപ്പം പോയ പിക്കപ്പില്ല, അതായത് ബാക്കിൽ സ്റ്റോറേജ് ഏരിയ 5 പേർക്ക് ട്രാവൽ ചെയ്യാവുന്ന അത് ഗൾഫിലുണ്ടായിരുന്നു. ഒരു മെയിൻ കോൺട്രാക്ട് പുള്ളിക്ക് ഭയങ്കര ഡീസൽ വണ്ടിയായിരുന്നു, ഇതുപോലെ തന്നെ ഡീസലായിരുന്നു ഗൾഫിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു മെയിൻ കോൺട്രാക്ടറാണ്, ഞാൻ വർക്ക് ചെയ്ത കമ്പനിയുടെ മെയിൻ കോൺട്രാക്ടറാണ് പുള്ളി. ഷാർജ ഭാഗത്തു നിന്ന് തന്നെ പുള്ളി കമ്പനി വണ്ടിയാണെന്ന് പറഞ്ഞത്, പുള്ളിയുടെ സ്വന്തം വണ്ടിയല്ല പുള്ളിയുടെ. അതിനെപ്പറ്റി നല്ല അഭിപ്രായം പുള്ളി പറഞ്ഞത്. ഡീസലാണ്, പക്ഷെ ഭയങ്കര നല്ല സുഖമെന്നാണ്, ഒരു കംപ്ലൈൻറ്റും ഇല്ല, വളരെ പെർഫെക്റ്റ് ആണെന്നാണ് പുള്ളി പറഞ്ഞത്. ഇസൂസിൻ്റെ വണ്ടി എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഏതെങ്കിലും ഡെറിവേറ്റീവ്സ് ആയിരിക്കും ഈ ഇവിടെ കിട്ടുന്നത്. പക്ഷെ അവിടെ കുറച്ചും കൂടെ ഫേമസ് ടൊയോട്ടയുടെ ഇസൂസിനേക്കാളും ടൊയോട്ടയുടെ പിക്കപ്പും നിസാൻ്റെ പിക്കപ്പ് പറഞ്ഞു. നിസാൻ്റെ പിക്കപ്പും ടൊയോട്ടയുടെ പിക്കപ്പ് പറഞ്ഞു കൂടുതൽ ഞാനവിടെ കണ്ടേക്കണം. ഈ 5 സീറ്റർ പിക്കപ്പും പിന്നെ ബാക്കിൽ സ്റ്റോറേജ്, അത് ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഉപയോഗിക്കുന്ന ആളുകൾ അത്യാവശ്യം അവർക്ക് എന്തെങ്കിലും പോയി കടയിൽ പോയി മേടിക്കാനോ പിടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട്. ഈ ബാക്കിൽ കുറച്ച് സ്റ്റോറേജ് ഏരിയ ഉള്ള വണ്ടി ആ സൈറ്റുകളിലേക്ക് ഇങ്ങനെ വലിയ സൈറ്റൊക്കെയാണ് ഒരു പിക്കപ്പും ഒരു ഡ്രൈവറും ഫുൾ ടൈം അവിടെ കാണും. എന്തെങ്കിലും എമർജൻസി സാധനങ്ങൾ കൊണ്ടുവരാനോ പിടിക്കാനോ ഉണ്ടെങ്കിൽ. ചെറിയ സൈറ്റാണ് ഈ കാണുന്നത്. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ വലിയ സൈറ്റുകളാണെങ്കിൽ ഒരു പിക്കപ്പും ഡ്രൈവറേയും രാവിലെ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകാനോ ജോലിയും കാണാമായിരിക്കും അവർക്ക്. അപ്പോൾ അത് കഴിയുമ്പോൾ അവരെ ഡ്യൂട്ടി ഇങ്ങോട്ട് ഇടും, ഈ മെയിൻ സൈറ്റിലേക്ക് ഇടും. അവൻ വൈകുന്നേരം ആളുകളെ കൊണ്ടുവന്നാക്കുന്ന ടൈം വരെ അവിടെ കാണും. അപ്പോൾ നമുക്ക് സൈറ്റിൽ എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഹെഡ് ഓഫീസിൽ നിന്ന് എന്തെങ്കിലും എടുപ്പിക്കാൻ കാണും, അല്ലെങ്കിൽ എമർജൻസി ആയിട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈറ്റുകളിൽ നിന്ന് എടുപ്പിക്കാൻ കാണും വേറെ. അപ്പോൾ എന്തെങ്കിലും ഞാൻ പക്ഷേ വേറെ സൈറ്റിൽ നിന്നൊന്നും എടുപ്പിക്കാറില്ല, ഹെഡ് ഓഫീസിൽ നിന്നല്ലാതെ. നമ്മുടെ സൈറ്റിൽ നിന്ന് വന്ന് ഒരുപാട് പേര് സാധനം മേടിച്ചുകൊണ്ട് പോകാറുണ്ട്, അത് പിന്നെ അത് നോട്ട് ചെയ്യും. അത് ഞാൻ മിക്കവാറും കൃത്യമായിട്ട് ഓർഡർ ചെയ്ത് വെക്കാറുള്ളതുകൊണ്ട് ഞാൻ ചാർജ് വയ്ക്കുന്ന സൈറ്റിൽ നിന്ന് പലരുടെ അടുത്തുള്ള മിക്ക സൈറ്റിൽ നാപ്കോയുടെ മിക്ക സൈറ്റിൽ നമ്മുടെ സൈറ്റിലേക്ക് ഓടി വരുന്നത് സാധനങ്ങൾ എടുക്കാനായിട്ട് എമർജൻസി. അപ്പോൾ അവരെടുത്തുകൊണ്ട് പോകുന്ന സാധനങ്ങൾ നമ്മൾ സ്റ്റോർ കീപ്പറെ കൊണ്ട് നോട്ട് ചെയ്യിക്കും, അത്രയും സാധനങ്ങൾ വീണ്ടും ഓർഡർ കൊടുക്കും. ഇപ്പോൾ നമ്മുടെ ഡയറക്ടറും പറയണത് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ കൊടുത്തു വിട്ടേക്കാനാണ് പറഞ്ഞു. വേറെ സൈറ്റിൽ നമ്മുടെ സൈറ്റിൽ സാധനം ഉണ്ടെങ്കിൽ കൊടുത്തു വിട്ടു, വന്നിട്ട് അതാ ഏത് സൈറ്റിലേക്ക് കൊടുത്തു വിട്ടേക്കണേ അത് സ്റ്റോർ കീപ്പർക്ക് അയച്ചു കൊടുത്താൽ അത് പുള്ളി നമ്മുടെ സൈറ്റിൽ നിന്ന് അവരുടെ സൈറ്റിലേക്ക് മാറ്റിക്കോളും. അത്രയും മെറ്റീരിയൽസ് ഒരു മിനി സ്റ്റോർ പോലെയായിരുന്നു എൻ്റെ സൈറ്റ് എന്ന ഫംഗ്ഷൻ ചെയ്താൽ. പ്രത്യേകിച്ച് ഹെൽത്ത് സിറ്റിയിലൊക്കെ സൈറ്റൊക്കെ ഒരു മിനി സ്റ്റോർ പോലെയായിരുന്നു. കമ്പനിയുടെ മെയിൻ സ്റ്റോർ കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റോർ പോലെയായിരുന്നു നമ്മുടെ സൈറ്റ്.